ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തകർച്ചയ്ക്ക് പുറകിൽ ഒരു കാരണമുണ്ട്. ചെറിയ പനി വന്നാൽ, ജലദോഷമൊക്കെ വന്നാൽ ഒരു പാരസെറ്റാമോളോ ഒരു അവിലോ ഒരു സിട്രസിനോ ഒക്കെ കഴിച്ചാൽ അതങ്ങ് മാറും. ഒരു ഉദാഹരണം പറയാം. 1988 തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന MGRന് ഒരു പനി വന്നു. സ്വാഭാവികമായി മരുന്ന് കൊടുത്തു. ഒരു പ്രാവശ്യം കൊടുത്തു, 2 പ്രാവശ്യം കൊടുത്തു. അതുകൊണ്ടൊന്നും അത് മാറുന്നില്ല എന്നൊരവസ്ഥ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ നിരീക്ഷണം എല്ലാം കഴിഞ്ഞ് അങ്ങനെ ചെറിയ ആശുപത്രിയിൽ നിന്ന് അപ്പോളോ ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്തു. ഡീറ്റെയിലായ പരിശോധനകൾ നടത്തി, ബ്ലഡ് എടുത്തു, യൂറിൻ എടുത്തു, എല്ലാം കൾച്ചർ ചെയ്തു, ഒക്കെ ഡീപ്പായിട്ട് പരിശോധനകളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു, കിഡ്നി ഫെയിലിയറാണ്. അദ്ദേഹത്തിൻ്റെ വൃക്ക കംപ്ലൈൻ്റാണ്, കേടായിപ്പോയി എന്ന് പിടികിട്ടി. അപ്പോൾ രോഗം കണ്ടുപിടിച്ചു. രോഗം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള പരിഹാരങ്ങളാണ് പിന്നീട് ചെയ്യേണ്ടത്. ഞാനിവിടെ പറയുന്നത്, ഹന്നയുടെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ കൃപ ലഭിച്ചവൾ എന്ന അർത്ഥത്തിലാണ് ഹന്ന നിൽക്കുന്നതെങ്കിലും, വിശ്വാസികളെല്ലാം കൃപ ലഭിച്ചവരാണെങ്കിലും ഹന്നയുടെ ജീവിതത്തിൽ മക്കളില്ല എന്ന മച്ചിയുടെ അവസ്ഥയായിരുന്നെങ്കിൽ, ഇന്ന് വിശ്വാസികളുടെ ജീവിതത്തിൽ സമ്പത്തില്ല, രോഗമുണ്ട്, ദാരിദ്ര്യമാണ്, പ്രയാസമാണ്, കഷ്ടതയാണ്, വിടുതലില്ല, ഭാവിയില്ല, പ്രത്യാശയില്ല, ഇങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ മച്ചിയുടെ അവസ്ഥകളിൽ നടക്കുന്ന ആളുകൾക്ക് അതെന്തുകൊണ്ട് മാറുന്നില്ല, കൃപ ലഭിച്ചിട്ട് എന്തുകൊണ്ട് അത് മാറുന്നില്ല എന്നത് കേരളം മുഴുവൻ നമ്മൾ വിശദമായി ഒന്ന് ചിന്തിക്കേണ്ടതായ കാലഘട്ടമായി. ഇനി ഈ അരഗുസ്തിക്കാരെയും കൊണ്ടിരുന്നിട്ട് നമുക്ക് കാര്യമില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന്, എന്തുകൊണ്ടാണ് ഈ മച്ചിയുടെ അവസ്ഥയെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. 4 ഗുളിക കൊണ്ടും 10 സ്തോത്രം കൊണ്ടും ഒന്നും ഇത് മാറുന്നില്ലെങ്കിൽ, മാറണമെങ്കിൽ ഇതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ എന്താണെന്ന് കണ്ടുപിടിക്കണം. നമ്മുടെ പ്രശ്നങ്ങളുടെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച വിഷയങ്ങൾ നമ്മൾ പരിഹരിക്കണം. നിരന്തരം തകർച്ചകളാണെങ്കിൽ അതിൻ്റെ ഒരു കാരണമുണ്ട്. എനിക്കറിയാവുന്ന ഒരു മനുഷ്യന് ഈ അടുത്ത കാലത്ത് നിരന്തരം തകർച്ചകളാണ്. തകർച്ചകൾ കണ്ടമാനമായപ്പോൾ അദ്ദേഹം ഒരു ഉപവാസം വെച്ചു. ഉപവാസം വെച്ചിട്ട് ശുശ്രൂഷയ്ക്ക് വിളിച്ചതാരെയാണെന്നറിയാവോ? ഇന്നത്തെ ഒരറിയപ്പെടുന്ന സോതോം ഗോമോറ ശുശ്രൂഷകനെ. അപ്പം ഞാൻ സത്യം പറഞ്ഞ ഇത് കേട്ടപ്പം ഞെട്ടിപ്പോയി. ഞാൻ ഉടനെ ഈ വിളിച്ച മനുഷ്യനോട് ചോദിച്ചു, ഉപവാസമാണോ? അതെ. എന്നാ കാര്യം? അത് ഇച്ചിരി പ്രശ്നങ്ങളാണ്, ഇതിൻ്റെ കാരണങ്ങളൊന്ന് കണ്ടുപിടിക്കണം. ഞാൻ ചോദിച്ചപ്പം വിളിച്ചത് ഈ സോതോം ഗോമോറയല്ലേ? അതെ. ഈ സോതോം ഗോമോറയാണെന്ന് ഇയാൾ സോതോം ഗോമോറയാണെന്ന് അറിയത്തില്ലേ? അറിയാം. പിന്നെ എന്തിനാണ് വിളിച്ചത്? അതിനൊരു ഉദ്ദേശമുണ്ട്. എങ്ങനെ ഈ ഉദ്ദേശം എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? ഇതാ സത്യത്തിൽ ഇന്നത്തെ പെന്തക്കോസ് കോളം നല്ലൊരു ശതമാനവും. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ദൈവവചനം കേട്ട് വേദിയിലും സ്റ്റേജിലും അല്ലെങ്കിൽ വേദിയിലും സദസ്സിലും ഇരുന്ന ആളുകൾ കുലുങ്ങി ചിരിച്ചു എന്ന് എവിടെയെങ്കിലും വായിക്കുന്നുണ്ടോ? സുവിശേഷങ്ങളിൽ യേശു പ്രസംഗിച്ചപ്പോൾ ജനം കുലുങ്ങി ചിരിച്ചു എന്ന് എവിടെയെങ്കിലും വായിക്കുന്നുണ്ടോ? അപ്പസ്തോലന്മാരുടെ പ്രസംഗം വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് ശക്തിയോടെ വന്ന പന്തക്കോസ്താ നാളിൽ പ്രസംഗിച്ചപ്പോൾ ജനം കുലുങ്ങി ചിരിച്ചെന്നാണോ എഴുതിയേക്കുന്നത്? എന്നാൽ ഈ സോതോം ഗോമോറ പ്രസംഗിക്കുന്നിടത്തെല്ലാം കുലുങ്ങി ചിരിയാണ് ഉണ്ടാകുന്നത്. ദൈവം നിന്നെ കീറുകളയും കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുലുങ്ങി ചിരി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അത് വചനത്തിൻ്റെ വ്യവസ്ഥയല്ല, അത് പരിശുദ്ധാത്മാവിലല്ല, അത് സോതോം ഗോമോറി ആത്മാവാണ്. അത് ഒരു കൊമേഡിയൻ ആത്മാവാണ്. അതൊരു വീടി രാജപ്പൻ്റെയൊക്കെ മേലുണ്ടായിരുന്ന സൈസ് ഒരു ആത്മാവാണ്. അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോമഡി ആത്മാവാണ്. പെന്തക്കോസ്തുകാരന് വേറെ ഒന്നും ഇല്ലാഞ്ഞ് വന്നപ്പം ഒരു മിമിക്സ് പരേഡ് കാണാനുള്ള അവസരം ദൈവവചനത്തെ വെച്ചാക്കരുതേ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനം വെച്ച് മിമിക്സ് പരേഡ് നടത്തരുതേ എന്ന് ഒരപേക്ഷ പറയട്ടെ. അപ്പോൾ ഈ മനുഷ്യന് ഈ മീറ്റിംഗ് വെച്ച മനുഷ്യന് അയാളുടെ പ്രതിസന്ധിയുടെ സമയത്ത് അയാൾ വിളിച്ചു വരുത്തിയ ഈ ആൾ സോതോം ഗോമോറ ആത്മാവിൽ വ്യാപരിക്കുന്നവനാണെന്ന് അയാൾക്ക് അറിയാം. ഇതാണ് പെന്തക്കോസിൻ്റെ ഒരു കാരണം. അതായത് ലൈംഗിക രോഗമുള്ളവനെ ചികിത്സിക്കാൻ എയ്ഡ്സ് ഉള്ള ഡോക്ടറെ വിളിച്ചെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി.
ചെറിയ ലൈംഗിക രോഗമുള്ളവനെ ചികിത്സിക്കാൻ എയ്ഡ്സ് ഉള്ള ഡോക്ടറെ വിളിച്ചു വരുത്തി. ഈ ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. ന്യായാധിപന്മാർ 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 40 സംവത്സരത്തോളം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇസ്രയേൽ ജനം വീണ്ടും യഹോവയുടെ മുമ്പാകെ ദോഷം പ്രവർത്തിച്ചു. യഹോവ അവരെ 40 വർഷം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതിപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ ജനം ദൈവത്തിൻ്റെ ജനമാണ്, ഈജിപ്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്നതാണ്, ന്യായപ്രമാണം ദൈവം തന്നെ ഇറങ്ങി കൊടുത്തതാണ്, അതിശയ പരമ്പര, അത്ഭുതങ്ങളുടെ പരമ്പര കണ്ടവരാണ്, യഹോവ കൂടെ നിന്ന് കൊണ്ടുവന്നവരാണ്. ഇവിടെ യഹോവയുടെ മുമ്പാകെ എന്നും അവിടെ എങ്ങനെ എഴുതിയേക്കുന്നത്? യഹോവയുടെ ദൃഷ്ടിയിൽ എന്നല്ല എഴുതിയേക്കുന്നത്, യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. എന്നാൽ ആംപ്ലിഫൈഡ് വേർഷൻ എഴുതിയിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. ആംപ്ലിഫൈഡ് വേർഷനിൽ എഴുതിയേക്കുന്നത് സൈറ്റ് ഓഫ് ദ ലോർഡ്, യഹോവയുടെ കണ്ണിൻ്റെ മുമ്പിൽ, യഹോവയുടെ ദൃഷ്ടിയുടെ മുമ്പിൽ, യഹോവയുടെ നേത്രങ്ങളുടെ മുമ്പിൽ. അതെന്താ അതിൻ്റെ വ്യത്യാസം? അതിൻ്റെ വ്യത്യാസം ഞാൻ സർക്കാരിൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അതത് സർക്കാരുകൾ കാണുന്ന. എന്നാൽ ഈ വിഷയം മുഖ്യമന്ത്രി നേരിട്ട് ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞാലോ? നമ്മൾ ഉദാഹരണം എടുത്ത് നോക്കിയാൽ ഈ എറണാകുളത്തെ മെട്രോ ഒക്കെ അന്നത്തെ മുഖ്യമന്ത്രി നേരിട്ട് ശ്രദ്ധിച്ച് നടത്തിയ കാര്യമാണ്. എന്നാൽ ഈ കേരളത്തിലെ എല്ലാ പണികളും, എല്ലാ റോഡ് പണികളും, കുളം, പാലം, ഇങ്ങനെയുള്ള സകല നിർമ്മാണങ്ങളും സർക്കാരിൻ്റെ ദൃഷ്ടിയിലുള്ള ഇതെല്ലാം വലിഞ്ഞ് എന്നേലും പോകുന്നു. പക്ഷേ ആ മെട്രോ നോക്കിക്കേ, അന്നത്തെ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ദൃഷ്ടിയിൽ നേരിട്ട് നോക്കി നിന്നാ എന്ന് പറഞ്ഞാൽ എഴുതിയേക്കുന്നത് യഹോവയുടെ ദൃഷ്ടിയിൽ ഇസ്രായേൽ ജനം വീണ്ടും വീണ്ടും പാപം ചെയ്തു, ദോഷം പ്രവർത്തിച്ചു എന്ന് എഴുതിയേക്കുന്നത്. ഈ ദോഷം എന്നതിന് മലയാളത്തിൽ ദോഷം എന്നാണ് പറയുന്നതെങ്കിലും ഇംഗ്ലീഷിൽ അത് എഴുതിയേക്കുന്നതിൻ്റെ വാക്ക് ആംപ്ലിഫൈഡ് എഴുതിയേക്കുന്നത് ആൻഡ് ദ ഇസ്രയേലിറ്റ്സ് എഗൈൻ ഡിഡ് വാട്ട് വാസ് ഇവിൽ ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ അത് അവർ പൈശാചികമായത് ചെയ്തെന്ന് എഴുതിയേക്കുന്നത്. ദോഷം എന്ന് മലയാളം പറഞ്ഞാൽ അത് പിശാചിനാലുള്ള പ്രവൃത്തി എന്ന തനി ഇംഗ്ലീഷ്. അവരത് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ തകർച്ചയുടെ പുറകിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഈ അസിസ്റ്റൻറ്റ് കളക്ടർ ഈയിടെ ആത്മഹത്യ ചെയ്തു. സർക്കാർ നോക്കുന്നത് ഒരു രീതിയിലാണ്, പിന്നെ ജനം നോക്കുന്നത് വേറൊരു രീതിയിലാണ്, വീട്ടുകാർ ആ സംഭവത്തെ കാണുന്ന വേറൊരു രീതിയിലാണ്. ഇനി ഇതിനെല്ലാം ഉപരി ദൈവം ആ വ്യവസ്ഥ നോക്കുന്നത് വേറൊരളവില്ല. കാരണം ദൈവ സത്യം മാത്രമേ നോക്കുന്നുള്ളൂ. ദൈവത്തിൻ്റെ നോട്ടത്തിൽ പൈശാചികമായത് പ്രവർത്തിച്ചു. അപ്പോൾ അങ്ങനെയാണ് ചോദിക്കും, എൻ്റെ ദൈവമേ ഈ സഭയ്ക്കകത്തിരുന്നിട്ട് ഞങ്ങൾ എന്നാ പൈശാചികമായി പ്രവർത്തിച്ചത്? ഞാൻ വളരെ ലളിതമായിട്ട് പറയട്ടെ, തെറ്റായി ഒരു വ്യക്തിയെ സഹായിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടി നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ദൈവം തരും. കാരണം തെറ്റായി ഒരുത്തിന് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയും നമുക്ക് കിട്ടും. അതുകൊണ്ടൊക്കെയാണ് കേരളത്തിലെ പെന്തക്കോസ്ത് കോളത്തിലെ 75% ജനത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം മാറാത്തത്. ശുശ്രൂഷകർക്ക് കൊണ്ട് വാരി എറിഞ്ഞു കൊടുത്തപ്പം ഇവന്മാരിത് മുഴുവൻ വചനവിരുദ്ധമായ കാര്യങ്ങൾക്ക് ചിലവാക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് അതിൻ്റെ വ്യവസ്ഥയ്ക്കകത്ത് ചെയ്യാതെ വലിയ കൂട്ടത്തിലേക്ക് പോയി ഊരി എറിഞ്ഞവരും ഒക്കെ ഇന്ന് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലാണ്. കാരണം ദൈവം ഒരുവനെ കറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിനകത്ത് സഹായിക്കാൻ പോയാൽ, ദൈവവചനം കൃത്യമായിട്ട് പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിക്കാത്താൽ, അവർക്ക് കൊണ്ട് നിങ്ങളുടെ ദശാംശവും സ്തോത്രക്കാഴ്ചയൊക്കെ കൊടുത്താൽ, കല്യാണത്തിനും ശവമടക്കിനും വേണ്ടി മാത്രമായി ഒരു സഭയിലിരുന്നാൽ, എന്നതിലും കാണിക്കട്ടെ പണ്ടാരം എല്ലാം വശക്കേടാണ് എന്നുള്ള വിശ്വാസത്തിൽ സഭകളിൽ പോയിരുന്നാൽ, യോഗ്യമല്ലാത്തടത്ത് എന്നതെങ്കിലും ന്യായം പറഞ്ഞ് വീണ്ടും തുടർന്നാൽ, അത് നിങ്ങൾക്ക് കഷ്ടത്തിന് കാരണമാകും, അത് നിങ്ങൾക്ക് നാശത്തിന് കാരണമാകും. കർത്താവ് വരുന്നത് വരേക്കും കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ഉറച്ചു നിൽക്കാത്തവൻ്റെ ജീവിതത്തിൽ, ആ വചനത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല എന്നത് തന്നെ അവൻ്റെ തകർച്ചയ്ക്ക് കാരണമാകും. അങ്ങനെയെങ്കിൽ ചിന്തിച്ചോളൂ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തകർച്ചയ്ക്ക് കാരണമായി എന്തെങ്കിലും വിഷയങ്ങൾ കിടപ്പുണ്ടോ എന്ന് ചിന്തിച്ചാട്ടെ. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാട്ടെ, എൻ്റെ ദൈവമേ, എന്തെങ്കിലും എന്നിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കിടപ്പുണ്ടെങ്കിൽ എനിക്കത് കാണിച്ചു തരണമേ എന്ന്
പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാട്ടെ, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ തകർച്ചയ്ക്ക് അടിസ്ഥാന കാരണമാകുന്ന എന്തെങ്കിലും വിഷയങ്ങൾ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ജീവിതത്തിൽ കിടപ്പുണ്ടെങ്കിൽ, ഞങ്ങളുടെ സേവന പ്രവർത്തികൾ, ഞങ്ങളുടെ പണത്തിൻ്റെ ചെലവഴിക്കലൊക്കെ ഞങ്ങളുടെ ജീവിതത്തെ തകർച്ചയ്ക്ക് കാരണമായെങ്കിൽ അതിൻ്റെ മൂല കാരണങ്ങളെ ദൈവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വെളിപ്പെടുത്തി തരുമ്പോൾ അത് കറക്റ്റ് ചെയ്യുവാനും ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ. അപ്പോൾ കർത്താവെ, ആ തകർച്ചയ്ക്ക് കാരണം കണ്ടുപിടിക്കുകയും അത് പരിഹരിക്കുകയും കർത്താവെ അതിലൂടെ ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.